ജഗിർ വേൾഡിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ഈ കാണുന്ന പുള്ളിക്കുത്ത് എന്ന് പറയുന്നത് എനിക്ക് ചിക്കൻ ബോക്സ് ആയിരുന്നു. ചിക്കൻ ബോക്സ് മാറിയതിൻ്റെയാണ്, വേറൊന്നും വിചാരിക്കരുത് പ്ലീസ്. ടോസ് നേടി ബോളിംഗ് തിരഞ്ഞെടുത്തു RCB. കാര്യമായി സംഭാവനകളൊന്നും ചെയ്യാൻ കഴിയാതെ അഭിഷേക് ശർമ്മ മടങ്ങി. അഭിഷേക് ശർമ്മ ഈ IPL എങ്കിലും അയാളുടെ വീക്ക്നെസ് വർക്ക് ചെയ്തെടുക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതായത് അഭിക്ക് നിലവിൽ 2 വീക്ക്നെസ് ഉണ്ട്. ഒന്ന് ഓഫ് സ്പിന്ന് അല്ലെങ്കിൽ സ്ലോ ബോൾ ഓഫ് കട്ടർ ടേണിങ് അവേ ഫ്രം ഹിം. രണ്ടാമത്തത് ഷോർട്ട് ബോൾ, അതും ബോഡിയിലെ ബ്ലൈൻഡ് സ്പോട്ടിൽ. അപ്പോൾ സഞ്ജു ഉള്ളത് കൊണ്ട് ഇത് രണ്ടും ഒരു പരിധി വരെ ഹാൻഡിൽ ചെയ്യാനായിട്ട് കഴിഞ്ഞിരുന്നു വേൾഡ് കപ്പിൽ. സഞ്ജു നിൽക്കെ ഓഫ് സ്പിൻ ത്രെറ്റ് അഭിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. സെയിം പ്ലാനിൽ ഹെഡിൻ്റെ വിക്കറ്റ് കൂടി എടുത്തിട്ടുണ്ട്. ഹെഡിൻ്റെ വീക്ക്നെസ് യോർക്കർ ലെങ്ത്തും ബോഡി ലൈനുമാണ്. ഇപ്പോൾ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഞാൻ പറഞ്ഞു വരുന്നത് ഡഫീനെ കുറിച്ചിട്ടാണ്. ഇനിയിപ്പോൾ ഹേസൽവുഡ് മടങ്ങി വരുമ്പോൾ ബെഞ്ചിലിരിക്കേണ്ടി വരും എന്നാണ് തോന്നുന്നത്. റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെ ഹൈദരാബാദ് പോലുള്ള കരുത്തുറ്റ ബാറ്റിംഗ് നിരക്കെതിരെ ജേക്കബ് ഡഫി പന്തെറിയാൻ വരുമ്പോൾ ആരാധകർ പ്രതീക്ഷിച്ചത് ഒരു ഭേദപ്പെട്ട പ്രകടനമായിരുന്നു. എന്നാൽ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ ജേക്കബ് ഡഫി കാഴ്ചവെച്ചത് കേവലം ഒരു സ്പെല്ലല്ല, മറിച്ച് ഹൈദരാബാദിൻ്റെ തന്നെ കരുത്തുറ്റ ബാറ്റിംഗ് നിരയുടെ നടുപൊടിച്ച മാസ്റ്റർ ക്ലാസ് ബോളിംഗ് ആയിരുന്നു. തൻ്റെ ആദ്യ ഓവറിൽ തന്നെ ആത്മവിശ്വാസത്തോടെ പന്തെറിഞ്ഞ ഡഫി ഹെഡിനെ പോലൊരു ബാറ്റിംഗ് വിസ്മയത്തെ സമ്മർദ്ദത്തിലാക്കാൻ കഴിഞ്ഞു. അഭിഷേക് ശർമ്മയെ തൻ്റെ സ്വിങ്ങിലൂടെ കൃത്യമായ ലെങ്ത്തിലൂടെയും ഡഫി വട്ടം കറക്കി. ഓരോ പന്തിലും വേഗതയേക്കാൾ കൂടുതൽ ലൈനും ലെങ്ത്തും ശ്രദ്ധിച്ച ഡഫി വളരെ മനോഹരമായിട്ടാണ് പന്തെറിഞ്ഞത്. മത്സരത്തിൻ്റെ ഗതി മാറ്റിയത് ഡഫിയുടെ ആ 2 നിർണായക വിക്കറ്റുകളാണ്. ഒന്ന് അഭിഷേക് ശർമ്മ. ഡഫിയുടെ ഷോർട്ട് പിച്ച് പന്തിൽ പുൾ ഷോട്ടിന് ശ്രമിച്ച അഭിഷേകിനെ പഴച്ചു. വായുവിലൂടെ ഉയർന്ന പന്ത് ജിതേഷ് ശർമ്മ കൈപ്പിടിയിൽ ഒതുക്കുമ്പോൾ ഹൈദരാബാദിൻ്റെ ആദ്യ തകർച്ച അവിടെ തുടങ്ങി. പിന്നെ ഹെഡ് 11 റൺസിൽ നിൽക്കുമ്പോൾ അപകടകാരിയായ ഹെഡിനെ മടക്കിയ രീതി അതിമനോഹരമായിരുന്നു. ഒരു ഷോർട്ട് ബോളിനെ ഫ്ലാറ്റ് പൂൾ ചെയ്യാൻ ശ്രമിച്ച ഹെഡിനെ സാൾട്ട് പിടികൂടിയപ്പോൾ RCB ക്യാമ്പ് ആവേശത്തിലായിരുന്നു. അടുത്തത് നിതീഷ് റെഡ്ഡിയാണ്. 1 റൺസ് എടുത്ത് നിൽക്കുകയാണ്. ഡഫിയുടെ 3ാമത്തെ ഇര. അസാമാന്യമായ ബൗൺസിലൂടെ നിതീഷിനെ കുടുക്കിയ ഡഫി ചിന്നസ്വാമിയിൽ താനൊരു വിക്കറ്റ് ടേക്കറാണെന്ന് വീണ്ടും തെളിയിക്കുകയാണ് ഉണ്ടായത്. എന്തുകൊണ്ട് ഡഫി സ്പെഷ്യൽ ആകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡഫിയുടെ ആയുധം എന്ന് പറയുന്നത് വെറും വേഗത മാത്രമല്ല, പന്തിന് ലഭിക്കുന്ന ആ എക്സ്ട്രാ ബൗൺസും കൃത്യമായ ഇടവേളകളിൽ നൽകുന്ന ഷോർട്ട് ബോൾ സർപ്രൈസുകളും ബാറ്റ്സ്മാൻമാരെ പതറിക്കുന്നുണ്ട്. 135 കിലോമീറ്റർ വേഗതയിൽ പോലും പന്തിനെ കൃത്യമായിട്ട് സ്വിങ് ചെയ്യാനായുള്ള കഴിവ് ഡഫിക്കുണ്ട്. അത് വരും മത്സരങ്ങളിൽ RCBയുടെ കുന്തമുനയാകും എന്നുള്ളത് ഉറപ്പാണ്. ഹെൻറിച്ച് ക്ലാസറിനെ പോലൊരു കില്ലർ ബാറ്ററെ പോലും തൻ്റെ പേസ് കൊണ്ട് പ്രതിരോധത്തിലാക്കാൻ ഡഫിക്ക് സാധിച്ചു എന്നത് ആ അരങ്ങേറ്റത്തിൽ മാറ്റുകൂട്ടുന്നുണ്ട്. RCBയുടെ ബോളിംഗ് നിരയിൽ ഇതൊരു പുതിയ യുഗത്തിൻ്റെ തുടക്കമാണോ എന്നുള്ളതും നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. അങ്ങനെ തുടരെ 3 വിക്കറ്റുകൾ നഷ്ടപ്പെട്ടപ്പോൾ ക്യാപ്റ്റൻ ഇഷാൻ കിഷൻ ഹൈദരാബാദിൻ്റെ രക്ഷകനായിട്ട് അവതരിച്ചു. ഈ സീസണിലെ ആദ്യ 50. ഇഷാൻ കിഷനും ക്ലാസനും കൂടി റൺ റേറ്റ് മെല്ലെ ഉയർത്താൻ തുടങ്ങി. അവരുടെ പാർട്ട്ണർഷിപ്പ് ബിൽഡ് ചെയ്തു. നല്ലൊരു പാർട്ട്ണർഷിപ്പായിരുന്നു രണ്ടുപേരും. ക്ലാസൻ 31 നിൽക്കുമ്പോൾ ഷെപ്പേഡിൻ്റെ ബോളിൽ ഉയർത്തിയടിച്ചു. ശരിക്കും പറഞ്ഞാൽ അത് 6 ആണെന്നാണ് നമ്മൾ വിചാരിച്ചത്. ബട്ട് ക്യാമറയൊക്കെ ശരിക്കും ഗ്രൗണ്ടിലേക്കാണ്, മറ്റേ ഗാലറിയിലേക്കാണ് കൊണ്ടുപോയത്. പിന്നെ നോക്കുമ്പോൾ അത് വിക്കറ്റായിട്ട് കാണിക്കുന്നുണ്ട്. അങ്ങനെ അതിൽ കുറച്ച് സംശയങ്ങളും കാര്യങ്ങളൊക്കെ വന്നു. അത് തേർഡ് അമ്പയർക്ക് കൊടുത്തു. അമ്പയർ ഔട്ട് കൊടുത്തിട്ടില്ല. അവിടുന്ന് അങ്ങോട്ട് എന്താ പറയുക, കളി കാണുന്നവരൊക്കെ കണ്ണുപൊട്ടന്മാരാക്കുന്ന പരിപാടിയാണ്. ഇപ്പോൾ സാൾട്ട് വീഴുമ്പോൾ, സാൾട്ടാണ് ആ ക്യാച്ച് എടുത്തത്, സാൾട്ട് വീഴുമ്പോൾ ബാക്ക് തട്ടിയിട്ട് കിങ് ഫിഷറിന് എഴുതിയ ആ ബൗണ്ടറി ലൈൻ അനങ്ങുന്നത് ക്ലിയറായിട്ട് കാണാമായിരുന്നു. അപ്പോൾ എന്താ പറയുക, അത് തേർഡ് അമ്പയർ എന്തുകൊണ്ടാണ് അങ്ങനെ ഔട്ട് കൊടുത്തതെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. IPL തുടങ്ങിയിട്ട് ആദ്യ കളിയാണ് ഇങ്ങനെ സംഭവിക്കുന്നത്, അതുകൂടി ഓർക്കണം. അമ്പയർക്ക് തെറ്റിപ്പോയി എന്ന് വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ ഇത്ര വട്ടം നോക്കിയിട്ട് കണ്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കാൻ കുറച്ച് ലേശം പാടാണ്.
പിന്നെ അമ്പയർ കാണാൻ ചോദിക്കുമ്പോൾ മാത്രം ആ ഭാഗം മര്യാദയ്ക്ക് കാണിക്കാത്ത ടെക്നീഷ്യൻ, അതൊക്കെ ഉഡായിപ്പായിട്ടാണ് തോന്നിയത്. റിവ്യൂ സ്ക്രീനിൽ കണ്ട ബാംഗ്ലൂർ പ്ലെയേഴ്സ് അടക്കം മനസ്സിലായിട്ടുണ്ടാവും ടച്ച് ഉണ്ടെന്ന്. ഏത് ടീം ജയിച്ചാലും തോറ്റാലും എന്താ പറയുക, ഒരു ന്യൂട്രലായിട്ട് കളി കാണുന്നവർക്ക് ഒരു ചുക്കുണ്ടാവില്ല. പക്ഷേ ഇമാതിരി അപരാധം കാണുമ്പോൾ ക്രിക്കറ്റ് കളി കാണാനുള്ള ഒരു മൂഡ് അങ്ങോട്ട് പോയി കിട്ടും, അത്രേ പറയാനുള്ളൂ. അങ്ങനെ അവൻ ഔട്ടായി. പിന്നെ എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെപ്പേഡിൻ്റെ ബോളിംഗ് ആണ്. പഴം പോലെ അടിക്കാൻ ഇട്ട് കൊടുക്കുന്ന ഇജാതി തോൽവി ബോളിങ്. ലെങ്ത്ത് മാറ്റി എറിയാൻ പോലും അങ്ങേര് നോക്കുന്നില്ല. ഇപ്പോൾ സെയിം വേയിൽ തന്നെ ബൗണ്ടറി അടിച്ചു, അതേപോലെ തന്നെ സെയിം ബോൾ തന്നെ നെക്സ്റ്റ് ബോൾ ഇട്ട് കൊടുക്കുക, സെയിം വേയിൽ തന്നെ ബാക്ക് ടു ബാക്ക് ബൗണ്ടറി. ഇമ്മാതിരി അപരാധം പിടിച്ച ബോളിങ്. ഈ എന്താ പറയുക, ഈ ഇന്നിങ്സിലെ 50 റൺസ് അടിച്ചത് 50, ആദ്യത്തെ 50 അടിച്ചത് ഇഷാൻ കിഷൻ ആണെങ്കിൽ രണ്ടാമത് ഇഷാൻ കിഷന് ശേഷം ഒരു 50 അടിച്ചത് ഷെപ്പേഡാണ് ബോളിങ് കൊണ്ട്. പിന്നെ അവസാനം വന്ന അനിക്കേത് വർമ്മ, അങ്ങേരുടെ ഒരു വെടിക്കെട്ട് ബാറ്റിങ്, 43 റൺസ് 18 ബോളിൽ അടിച്ചു കൂട്ടി. അതിന് മുൻപ് ഇഷാൻ കിഷൻ ഔട്ടായതൊരു മാരക ക്യാച്ചിലൂടെയാണ്, സാൾട്ടിൻ്റെ ഒറ്റ കൈ കൊണ്ട് പറന്നിട്ട് പിടിച്ച ഒരു ക്യാച്ച്. അപ്പോൾ അതിലൂടെ ഇഷാൻ കിഷൻ ഔട്ടായി. പിന്നീട് അനിക്കേത് വർമ്മയായിരുന്നു. അനിക്കേത് വർമ്മ തുടരെ സിക്സുകളൊക്കെ പായിച്ച് ശരിക്കൊരു 200 എത്തിച്ചു എന്ന് തന്നെ പറയാം. 202 ആണ് RCBക്ക് കൊടുത്ത ടാർഗറ്റ്. 15 ഓവറിലൊക്കെ 200+ ചേസ്. ചാമ്പ്യന്മാരായി പോയില്ലേ. ചാമ്പ്യന്മാരുടെ കളി കളിക്കാതിരിക്കാൻ കഴിയില്ലല്ലോ. കിങ് കോഹ്ലിയുടെയും പടിക്കലിൻ്റെയും വെട്ടിക്കെട്ട് ബാറ്റിംഗ് മികവിൽ 200+ റൺസ് അനായാസം RCB മറികടന്നു. IPL 2026 അങ്ങനത്തെ ആദ്യത്തെ വിജയം സ്വന്തമാക്കിയിരിക്കുകയാണ് റോയൽ ചലഞ്ച് ബാംഗ്ലൂർ. എന്താ പറയുക, കോഹ്ലിയുടെ ഒരു 2.0 എന്നൊക്കെ പറയാം. ഒട്ടും പ്രഷറില്ലാതെ കളിക്കുന്ന കോഹ്ലി ഒരുപാട് അപകടകാരിയാണ്. ഒറ്റയ്ക്ക് എപ്പോൾ വേണമെങ്കിലും മത്സരം തൻ്റെ വഴിയിലാക്കാൻ കഴിവുള്ള ചുരുക്കം ചിലരിൽ ഒരാളാണ് നമ്മുടെ വിരാട് കോഹ്ലി. ഇന്നിങ്സിൻ്റെ ഒരു സ്റ്റേജ് കഴിഞ്ഞതും കോഹ്ലി ഒരു എൻജോയിങ് മൂഡിലേക്ക് പോയ പോലെ തോന്നി. അവസാനം ഹർഷൽ പട്ടേലിനെതിരെ തുടർച്ചയായിട്ട് 4 ബൗണ്ടറികൾ നേടുമ്പോൾ കോഹ്ലി ഒരു ജോളി മൂഡിലായിരുന്നു. ഇടയ്ക്ക് കളിച്ച ഷോട്ട്സൊക്കെ, പ്രത്യേകിച്ച് ആ സ്ട്രൈക്ക് ഡ്രൈവ്, പിന്നെ 6 ഒക്കെ ഭയങ്കര രസമായിരുന്നു കാണാൻ. തുടക്കത്തിൽ കുറച്ച് സ്ട്രഗിളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അതിനൊക്കെ കോഹ്ലി അതിമനോഹരമായിട്ട് തന്നെ മറികടന്നു. നല്ലൊരു ഇന്നിങ്സ് കെട്ടിപ്പൊക്കിയിട്ട് ഒരു എന്താ പറയുക, ഒരു എൻഡ് സേഫായിട്ട് കാത്തു. അങ്ങനെ കിങ് മറ്റൊരു IPL സീസൺ കൂടി രാജകീയമായിട്ട് തുടങ്ങിയിരിക്കുകയാണ്. എന്തൊരു ഗ്യാരണ്ടി ഉള്ള പ്ലെയറാണല്ലേ വിരാട് കോഹ്ലി. ഒരു 50 എങ്കിലും ഏത് ഇന്നിങ്സിലും എന്താ പറയുക എക്സ്പെക്റ്റ് ചെയ്യാം നമുക്ക്. അത് ഈ പ്രായത്തിൽ ഒരു മാറ്റവും വന്നിട്ടില്ല. ഓറഞ്ച് ക്യാപ്പ് ഹണ്ടിൽ തീർച്ചയായിട്ടും ഇക്കൊല്ലവും വിരാട് കോഹ്ലി ഉണ്ടാവും. എടുത്തു പറയേണ്ടത് നമ്മുടെ മലയാളി താരത്തിനെയാണ്, ദേവദത്ത് പടിക്കൽ. റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന് വേണ്ടി വെടിക്കെട്ട് നടത്തിയത് മലയാളി താരം ദേവദത്ത് പടിക്കലാണ്. വെറും 26 പന്തിൽ നിന്നാണ് 61 റൺസോടെ താരം പുറത്തായത്. അതായത് 4 സിക്സും 7 ബൗണ്ടറിയുമാണ് താരത്തിൻ്റെ വെടിക്കെട്ട് പ്രകടനം. ഈ ദേവദത്ത് പടിക്കലിൻ്റെ ഈ ഒരു അടിത്തറയാണ് വിരാട് കോഹ്ലിക്ക് അനായാസമായിട്ട് അടിക്കാനുള്ള ഒരു ഊർജം കിട്ടിയിട്ടുള്ളത്. പിന്നെ നമ്മുടെ ക്യാപ്റ്റൻ, RCBയുടെ ക്യാപ്റ്റൻ പട്ടിദാറും മോശമല്ലാത്ത പ്രകടനമാണ് കാഴ്ചവെച്ചത്. ഇപ്പോൾ ബാംഗ്ലൂരിനെ സപ്പോർട്ട് ചെയ്യുന്ന ഫാൻസുകാർക്ക് വർഷങ്ങൾക്ക് ശേഷം യാതൊരു ടെൻഷനും ഇല്ലാതെ ഫ്രീ ആയിട്ടൊരു മാച്ച് കണ്ട പോലെ തോന്നാം. എന്താ പറയുക, നിനക്ക് ജയിക്കണോ, വാ ജയിച്ചോ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡായി. ഒരു കപ്പെടുത്തതിൻ്റെ മാറ്റങ്ങളെ എന്താണല്ലേ. 200 അല്ല, നീയൊക്കെ 300 എടുത്താലും ഒരറ്റത്ത് ഈ വിരാട് കോഹ്ലി ഉണ്ടെങ്കിൽ അത് ചേസ് ചെയ്യും. കാരണം അയാളുടെ പേര് വിരാട് കോഹ്ലി എന്നാണ്. ഈ 37-ാം വയസ്സിലും ഈ T20യിൽ ഇജാതി കളി, ഗോഡ് ഫോർ എ റീസൺ, ഇമ്പാക്റ്റ്, ആങ്കർ, ഫിനിഷിങ്, എന്താ പറയുക, എവിടെ എല്ലാം പോവും 100. വട സ്റ്റാർട്ട് RCB. അപ്പോൾ സ്കോർ കാർഡ് പറയുകയാണെങ്കിൽ സാൾട്ടാണ് കുറച്ച് മോശമാക്കിയത്, 8 റൺസ്. വിരാട് കോഹ്ലി 69 റൺസ് 38 ബോളിൽ. ദേവദത്ത് പടിക്കൽ 61 റൺസ് 26 ബോളിൽ. പിന്നെ രജത് പട്ടിദാർ
31 റൺസ് 12 ബോളിൽ. ജിതേഷ് ശർമ്മ ഡക്കാണ്. പിന്നെ ടിം ഡേവിഡ് നോട്ട് ഔട്ടാണ്, 60 റൺസ് 10 ബോളിൽ. വിരാട് കോഹ്ലി നോട്ട് ഔട്ടാണ്. അങ്ങനെ 15 ഓവറിൽ RCB വിൻ ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പോയി വരാം അടുത്തൊരു വീഡിയോയുമായിട്ട്.